ഇനി സിറ്റിക്കകത്ത് കൂടുതലും അപ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത്. വില്ലകൾ അധികം ആരും അങ്ങനെ ചെയ്യുന്നതായിട്ടും കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പനമ്പള്ളി നഗറിന്റെയും തേവരയുടെയും ഇടയിലാണ് നമുക്ക് ഈ ഒരു എലീസിയം എന്ന് പറഞ്ഞ വില്ല പ്രോജക്റ്റ് വന്നിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അതിന്റെ ലൊക്കേഷൻ, പിന്നെ ഒരു 1.5 കോടി റേഞ്ചിലാണ് ആ വില്ലാസ് വരുന്നത്. ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭൂമി കിട്ടാനില്ല അവിടെ. ഇപ്പൊ തേവരയോ പനമ്പള്ളി നഗറിലോ നമ്മളിപ്പോ 1 ഏക്കറിൽ ഒരു വലിയ ഡെവലപ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 2 ഏക്കറിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. ഭൂമി കിട്ടാനില്ല. ഉള്ള യൂണിറ്റ്സിൽ 5 യൂണിറ്റ്സ് മാർക്കറ്റിംഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തില്ല. മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 5 യൂണിറ്റ്സ് ഞങ്ങൾക്ക് സെല്ലായി. ഇനി 2 യൂണിറ്റ് മാത്രമേ ഉള്ളൂ അതിൽ. നമുക്കറിയാം കമ്പനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള പല പോയിന്റ്സ് ഉണ്ടാകും. പല ഓർഗനൈസേഷനെ സംബന്ധിച്ച് സെയിൽസ് സ്ട്രോങ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോജക്ട്സ് സ്ട്രോങ് ആയിരിക്കാം. ഞങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻസ് ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം കസ്റ്റമർ റിലേഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് മാത്രമേ വില്ല പ്രൊജക്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹായ് വിലാസ്, നമ്മള് 2024 ലാസ്റ്റ് നമ്മുടെ റൂട്ട്സിന്റെ വ്ളോഗ് ചെയ്തിരുന്നു. നമ്മുടെ തൃപ്പൂണിത്തറ ചിന്മയ സ്കൂളിന്റെ അടുത്തുള്ള പ്രോജക്റ്റ്. നമുക്ക് നന്നായിട്ട് എൻക്വയറി ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത്, അല്ലേ? അത്യാവശ്യം ക്ലോസിങ്സും നടന്നു. അപ്പൊ ഇനി നമുക്ക് അതിൽ എത്ര എണ്ണം കൂടെ കൊടുക്കാനുണ്ട്? ഇനി പ്രൊജക്റ്റില് നമുക്ക് 4 യൂണിറ്റും കൂടെ കൊടുക്കാനുള്ളൂ. അത് എനിക്കറിയാലോ, ഒരു 88 lakhs ഓൺവേർഡ്സ് ആയിരുന്നു. 88 to 1.10 റേഞ്ചിലുള്ള വില്ല പ്രൊജക്റ്റ് ആയിരുന്നു. ഇനി 4 യൂണിറ്റ് മാത്രമേ ഉള്ളൂ. എല്ലാം ഇപ്പൊ നമ്മൾ സോൾഡ് ഔട്ട് ആയ ബാക്കിയുള്ള യൂണിറ്റ്സിന്റെ വർക്ക് എല്ലാം നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എലീസിയം എന്ന് പറഞ്ഞിട്ടുള്ള വില്ല പ്രോജക്റ്റ് ആണ്. അപ്പൊ നമുക്കൊരു എൻക്വയറി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വില്ല ചോദിക്കാറുള്ള ലൊക്കേഷനാണ് പനമ്പള്ളി നഗർ, തേവര, കടവന്ത്ര, ജവഹർ നഗർ. പക്ഷെ അവിടത്തേക്ക് ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു റേഞ്ചിലുള്ള വില്ല പ്രോജക്ട്സ് അല്ല വരുന്നത്. ഇനി സിറ്റിക്കകത്ത് കൂടുതലും അപ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത്. വില്ലകൾ അധികം ആരും അങ്ങനെ ചെയ്യുന്നതായിട്ടും കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പനമ്പള്ളി നഗറിന്റെയും തേവരയുടെയും ഇടയിലാണ് നമുക്ക് ഈ ഒരു എലീസിയം എന്ന് പറഞ്ഞ വില്ല പ്രോജക്റ്റ് വന്നിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അതിന്റെ ലൊക്കേഷൻ, പിന്നെ ഒരു 1.5 കോടി റേഞ്ചിലാണ് ആ വില്ലാസ് വരുന്നത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് ഈ ഒരു വ്ളോഗിൽ നമുക്ക് നോക്കിയാലോ? തീർച്ചയായും. നിമിക്കറിയാലോ, നിമി കുറേ വ്ളോഗ് ചെയ്യുന്ന ആളാണല്ലോ. നമുക്ക് ഏതൊരു പ്രൊജക്റ്റിന് നിമി കുറേ സെയിൽസ് ചെയ്തിട്ടുള്ള ആളും ഒത്തിരി വ്ളോഗ് ചെയ്തിട്ടുള്ള ആളുമാണല്ലോ. റിയൽ എസ്റ്റേറ്റിൽ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണല്ലോ. നമുക്ക് അറിയാം, ഏതൊരു പ്രൊജക്റ്റും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഫസ്റ്റ് ചൂസ് ചെയ്യുമ്പം അതിൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലൊക്കേഷൻ തന്നെയാണ്. സെക്കൻഡാണ് വരുന്നത് അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ യൂണീക്നെസ്സോ അല്ലെങ്കിൽ പ്രൈസോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ലൊക്കേഷനാണ് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഫാക്ട് പറയാം, ശരിക്കും ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ ഇല്ല പ്രോഡക്റ്റിൽ. കാരണം നമുക്കറിയാം, തേവര നമ്മൾ കുറേ കാലം മുമ്പ് പനമ്പള്ളി നഗർ തേവര എന്ന് പറയുന്നതാണ് കൊച്ചി എന്ന് പറയുന്നത്. താമസിക്കാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങൾ. പിന്നീടാണ് നമുക്ക് വരുന്നത് എടപ്പള്ളി വരുന്നതും കാക്കനാട് വരുന്നതും ഒക്കെ. അവിടെ ഒരു വില്ല പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇറ്റ് ഈസ് വെരി ഇമ്പോസിബിൾ. നമുക്കൊരു ഇൻഡിവിജ്വൽ വീട് വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. ഇപ്പം ഒരു 5 സെന്റിൽ ഒരു വീടോ ചിലപ്പോൾ റീസെയിലൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും. ഒരു വില്ല പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതിലൊരു 4 കിലോമീറ്റർ റേഡിയസിൽ ഞങ്ങൾക്കൊരു കോമ്പറ്റീഷൻ ഇല്ല എന്ന് തന്നെ പറയാം. കോമ്പറ്റീഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാന്നുള്ള അല്ല അർത്ഥമായിരിക്കുന്നത്. ഞങ്ങൾ മുൻപുള്ള വ്ളോഗുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കൃത്യമായി പ്രോസസ്സ് ഓറിയൻറ്റ് ചെയ്തിട്ട് തന്നെ, പ്രോസസ്സ് ഓറിയൻറ്റേഷനോടുകൂടി തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് പ്രൊഡക്റ്റ് ഞങ്ങൾ മുന്നോട്ട് ചെയ്തു പോകുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ റെറ രജിസ്ട്രേഷനായി 7 യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ഈ 7 യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പം വിചാരിക്കും ചെറിയ പ്രൊജക്റ്റ് ആണോ എന്ന് വിചാരിക്കും. ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭൂമി കിട്ടാനില്ല അവിടെ. ഇപ്പൊ തേവരയോ പനമ്പള്ളി നഗറിലോ നമ്മളിപ്പോ 1 ഏക്കറിൽ ഒരു വലിയ ഡെവലപ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 2 ഏക്കറിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. ഭൂമി കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഉള്ള യൂണിറ്റ്സിൽ 5 യൂണിറ്റ്സ് മാർക്കറ്റിംഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തില്ല. മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 5 യൂണിറ്റ്സ് ഞങ്ങൾക്ക് സെല്ലായി. ഇനി 2 യൂണിറ്റ് മാത്രമേ ഉള്ളൂ അതിൽ. നമുക്കവിടെ ഇവിടെ നമുക്ക് എങ്ങനെയാ അതിന്റെ ഒരു ലാൻഡ് ഏരിയ, അതുപോലെ സ്ക്വയർ ഫീറ്റ്, പ്രൈസ്, അതൊക്കെ എങ്ങനെ വിലാസം വരുന്നത്? ലാൻഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സെൻസ് തൊട്ടുള്ള ഓപ്ഷനാണുള്ളത്.
4 cents, 5 cents, 6.67 cents, അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 5 സെൻസിലൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ് നമുക്ക് ഉള്ളതായിട്ടുള്ളത്. 1800 സ്ക്വയർ ഫീറ്റ് തൊട്ടിട്ടുള്ള ഓപ്ഷനാണ്. നമ്മളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എലിവേഷൻ കൃത്യമായിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ പറയുന്നത്. ഇൻസൈഡ് 100% കസ്റ്റമൈസേഷൻ പോസിബിളാണ്. നമുക്കൊരു പ്രോഡക്റ്റ് ഡോക്യുമെന്റ് ഉണ്ട്, ആ പ്രോഡക്റ്റ് ഡോക്യുമെന്റിൽ നമ്മൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്, എന്നൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്കറിയാലോ, വില്ല എന്ന് പറയുന്നത് ഒത്തിരി കസ്റ്റമർ ഇന്റർഫേസ് വരുന്ന ഒരു എല്ലാ ആൾക്കാർ എന്തുകൊണ്ടാണ് വാങ്ങിക്കുന്നത്? ഈ അപ്പാർട്ട്മെന്റ് വാങ്ങിക്കുന്ന ആൾക്കാർ, വില്ല വാങ്ങിക്കുന്ന അവർക്ക് അവരുടേതായ ഇഷ്ടത്തിൽ കുറേ കാര്യങ്ങൾ അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കും. നമ്മുടെ ആർക്കിടെക്ട് ടീമുമായിട്ട് ഇരിക്കാം, നമ്മുടെ ഇന്റേണൽ പ്രൊജക്ട് ടീമുണ്ട്, അവരുമായിട്ട് ഇരുന്ന് ഡിസൈഡ് ചെയ്തിട്ട് കസ്റ്റമൈസേഷൻ 100% പോസിബിൾ ആണ്. അതെ, എലിവേഷൻ നമ്മൾ ഒരുപോലെ കീപ്പ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഉണ്ടല്ലോ വിലാസ്, ഇപ്പം വിലാസ് പറഞ്ഞല്ലോ ഇവിടുത്തെ ഒരു പ്രൈസ് റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു 1.5 അല്ലേ? എനിക്ക് തോന്നുന്നു ഈ ഒരു ലൊക്കേഷനിൽ ഫ്ലാറ്റ്സ് തന്നെ നമുക്ക് ഇതിൽ കൂടുതൽ പ്രൈസ് വരുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു വില്ല നമുക്ക് ഈ ഒരു കോസ്റ്റിന് ആക്ച്വലി വരുന്നത് അല്ലേ? തീർച്ചയായും. അതായത് പനമ്പള്ളി നഗറിൻ്റെ ആവറേജ് സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത്, സെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത് തന്നെ ഒരു 10,000 11,000 റുപ്പീസാണ് ഒരു ഫ്ലാറ്റ് നമ്മൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഒരു 1.5 crore ഓൺവേർഡ്സ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ സ്പെക്ക് ഓൾറെഡി സെല് ചെയ്തിരിക്കുന്ന യൂണിറ്റ്സിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫിനിഷിംഗ് സ്റ്റേജസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഏതൊരു കസ്റ്റമർക്കും, ഇപ്പം നിമ്മയുടെ വ്ളോഗ് വഴി വരുന്ന എൻക്വയറീസ് വരുന്ന കസ്റ്റമേഴ്സിനും അത് നേരിട്ട് കാണാനും അതെങ്ങനെയാണ് നമ്മൾ പറയുന്ന പോലെ അല്ലല്ലോ, സീയിങ് ഇസ് ബിലീവിങ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഹൈ ക്വാളിറ്റിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഷ്നൈഡറിൻ്റെ സ്വിച്ചസ്, കോളർ ഗ്രോഹേ, ഇതൊക്കെയാണ് സാനിറ്ററി ഫിറ്റിംഗ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. വുഡൻ ഫ്ലോറിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമർക്ക് തന്നെ 2 ഓപ്ഷനുണ്ട്, പ്രീമിയം എന്ന് ലക്ഷറി എന്ന് പറഞ്ഞ് 2 ഓപ്ഷനുണ്ട്. അപ്പം ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡൻ ഫ്ലോറിംഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ലിഫ്റ്റിനുള്ള ഓപ്ഷനുണ്ട്, പൂളിനുള്ള ഓപ്ഷനുണ്ട്. 100% കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. പിന്നെ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. നമ്മൾ യോട്ട് ക്ലബ് അവന്യൂ യോട്ട് ക്ലബ് എന്ന് പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ക്ലബാണ്. ആ ക്ലബിൽ നിന്ന് ഏകദേശം ഒരു 1.2 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്, നല്ല റെസിഡൻഷ്യൽ ഏരിയ, മാത്രം താമസിക്കുന്ന ഒരു ഏരിയയാണ്. എനിക്ക് തോന്നുന്നു ഈ യോട്ട് ക്ലബ്ബ് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. നമ്മുടെ പുതിയൊരു പ്രോജക്റ്റും കൂടെ വില്ല ഇപ്പം ആ ഒരു ലൊക്കേഷനിൽ തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാവുന്ന ഒരു സ്റ്റേജ് ആയോ? അതെ, അതിന്റെ ഡെവലപ്മെന്റ്സ് എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. ഡെവലപ്മെന്റ്സ് പ്രോഗ്രസ്സിലാണ്, ഒരു 20% കൂടെ കഴിയാനുണ്ട്. അവിടെയും അത് 7 യൂണിറ്റ് മാത്രമാണ് വരുന്നത്. റെറായുടെ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നു. മേ ബി നമുക്ക് നെക്സ്റ്റ് മന്ത് നമ്മൾ സെയിൽസ് എടുത്ത് തുടങ്ങിയിട്ടില്ല, കാരണം റെറ നമ്പേഴ്സ് കിട്ടിയതിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബട്ട് വി സ്റ്റാർട്ടഡ് അക്സെപ്റ്റിംഗ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്. അതായത് താല്പര്യമുള്ളവരുടെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നു, അത്രയും മാത്രമേ ഉള്ളൂ. പ്രൈസ് റേഞ്ച് വരുമ്പോൾ ഏകദേശം 200 lakhs പ്ലസ് വരും. വളരെ യൂണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പനമ്പള്ളി നഗറിന്റെ എൻഡും യോട്ട് ക്ലബ് അവന്യൂവിന്റെ തുടക്കവുമാണ്. വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. എന്താ അതിന്റെ പേര് പറഞ്ഞത്? കസാവെന്റസ്. ശരിക്കുണ്ടല്ലോ വിലാസം, നമ്മൾ ഈ ഒരു വ്ളോഗിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് പല വ്ളോഗ്സും നിങ്ങളുടെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ പ്രോജക്ട്സും നമ്മൾ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ഒരു 4 വർഷം കൊണ്ട് ഓൾമോസ്റ്റ് 7 പ്രോജക്റ്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. കാരണം നമ്മൾ രണ്ടുപേരും വളരുമ്പോൾ ഒരുമിച്ചാണ് വളരുന്നത്. ഒത്തിരി സെയിൽസ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നല്ല രീതിയിൽ മാർക്കറ്റിംഗ് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ 2025 എന്തൊക്കെയാണ് നമ്മുടെ ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? നിമി പറഞ്ഞ പോലെ തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു ഈ ജേർണി. നമുക്കിപ്പം ഈ ചെറിയൊരു സ്പാൻ കൊണ്ട് തന്നെ നമുക്കൊരു 7 പ്രോജക്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റി. ഏതൊരു കമ്പനി നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴും ഡിസൈൻ ചെയ്യുമ്പോഴും ഒരു കൃത്യമായൊരു വിഷൻ ഉണ്ടായിരിക്കണം. നിമിക്കറിയാലോ, ഞങ്ങളൊരു ഹൊറിസോണ്ടൽ ലിവിങ്ങിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. വില്ല പ്രൊജക്ട്സിലാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഹൈറൈസ് ചെയ്യാനായിട്ട് പല ഓപ്ഷൻസും നമുക്ക് മുന്നിൽ വന്നിരുന്നു. പക്ഷെ നമ്മൾ വില്ലയിൽ ഫോക്കസ് ചെയ്യാം, അവിടെ ഒരു കൃത്യമായ ഒരു സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ആണ് ഞങ്ങൾ അതിലേക്ക് തന്നെ ഉറച്ചു നിൽക്കുന്നത്. നമുക്കറിയാം, കമ്പനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള പല പോയിന്റ്സ് ഉണ്ടാകും. പല ഓർഗനൈസേഷനെ സംബന്ധിച്ച് സെയിൽസ് സ്ട്രോങ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോജക്ട്സ് സ്ട്രോങ് ആയിരിക്കാം. ഞങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻസ് ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം കസ്റ്റമർ റിലേഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് മാത്രമേ വില്ല പ്രൊജക്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിൽ ഒരു അപ്പാർട്ട്മെന്റ് ചെയ്യുന്ന പോലെയല്ല. ഒരു അപ്പാർട്ട്മെന്റിന്റെ കേസിൽ ഒരു
10 തവണയാണ് ഒരു കസ്റ്റമർ ഇൻട്രാക്ഷൻ അല്ലെ കസ്റ്റമർ ഇൻ്റർഫേസ് വരുന്നതെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് ഹാൻഡിങ് ഓവറിന് മുമ്പെങ്കിൽ ഒരു 100 തവണയെങ്കിലും ഒരു വില്ലയുടെ ഹാൻഡിങ് ഓവറിന് മുമ്പ് കസ്റ്റമർ ഇൻ്റർഫേസ് വരും. അപ്പോൾ ഓരോ സ്റ്റേജസിലും കൃത്യമായി കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യും, അവരുടെ നീഡ് മനസ്സിലാക്കി നമ്മൾ റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ് ആണ്. ഇപ്പോൾ കസ്റ്റമർ കെയർ എന്ന് പറയുന്നത് ഞങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ വില്ലയിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. ഒത്തിരി പ്രോഡക്ട്സ് ആഡ് ചെയ്യുന്നില്ലല്ലോ ചെയ്തിരിക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് 7ഓളം പ്രൊജക്ട്സ് ഉണ്ട്. ആ പ്രൊജക്ട്സ് എല്ലാം പ്രോപ്പറായിട്ട് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ 2025 ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ വളരെ ഡിഫറൻഷിയേറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ വളരെ യുണീക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുതിയ പ്രൊജക്റ്റുകൾ വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ ആഡ് ചെയ്യുന്നുള്ളൂ. ബിസിനസ് നമ്പേഴ്സിലല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പം ഈ 7ഓളം പ്രൊജക്ട്സ് നല്ല പ്രോപ്പറായിട്ട് കസ്റ്റമേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ള ആ ഒരു ഇതാണ് നമ്മൾ 2025 നമ്മൾ നോക്കണം അല്ലേ. അപ്പൊ വിലാസെ ഒരുപാട് സന്തോഷം. ഇനി എനിക്ക് തോന്നുന്നു 2025 പുതിയ പ്രൊജക്ട്സ് നമ്മളിപ്പോ പറഞ്ഞ യോട്ട് ക്ലബിന്റെ വളരെ അടുത്തുള്ള പ്രൊജക്ട് അതിന്റെയൊക്കെ റെറ കിട്ടിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇരിക്കാം. താങ്ക്സ് ഫോർ യുവർ ടൈം. താങ്ക് യു.